എടുത്തത് 2023 മെയ് 7-ാം തീയതിയാണ്. ഉടമ്പടി എടുക്കാനുണ്ടായൊരു സാഹചര്യം എൻ്റെ മകൾക്കൊരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു. മാർച്ച് 25-ാം തീയതി മകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൾ മംഗളവാർത്ത ദിവസമാണ്. ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് തീർച്ചയായും ഒരു കുഞ്ഞിനെ ദൈവം തന്ന് അനുഗ്രഹിക്കും. 2020 മെയ് 25-ാം തീയതിയാണ് അവളെ കല്യാണം കഴിഞ്ഞത്. അതുപോലെ തന്നെ മെയ് 7-ാം തീയതി ഉടമ്പടി എടുത്ത് പത്രമെല്ലാം മോള് ഗർഭിണിയാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ തന്നെയാണ് എല്ലാവരോടും പറഞ്ഞ് ഹോസ്പിറ്റലായാലും എവിടെയായാലും പത്രം കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് മെയ് 16-ാം തീയതി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അവൾ 6 മാസം ഗർഭിണിയാണെന്നറിഞ്ഞു. 6 ആഴ്ച ഗർഭിണിയാണെന്നറിഞ്ഞു. അതിൽ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു. 3 വർഷം പല ഡോക്ടർമാരെയും കാണിച്ചു. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായില്ല. ഉണ്ടായിരുന്നില്ല. വേറൊരു ചികിത്സയും ചെയ്തില്ല. അമ്മ മാതാവിൻ്റെ ഈ പ്രാർത്ഥന പരിശുദ്ധ പാവനമായ ആൾത്താരയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും കിട്ടിയ അനുഗ്രഹമാണ് ഈ കുഞ്ഞ്. അതിന് കോടാനുകൂടി ഞങ്ങൾ നന്ദി പറയുന്നു. എൻ്റെ ഉടമ്പടി ജീവിതം എനിക്ക് നടുവിന് മുകളിൽ നിന്ന് വീണ് ഡിസ്കിന് കംപ്ലൈൻ്റായി ഓപ്പറേഷൻ പറഞ്ഞു. അത് ചെയ്യാൻ താല്പര്യമുണ്ടായില്ല. ആയുർവേദം ചെയ്തു. അത് 2 വർഷമാണ് അവർ പറഞ്ഞത്. എന്നാലും കഴുത്തിനും നടുവിനും ബെൽറ്റിട്ട് ഒന്ന് മലർന്ന് കിടന്ന് ഉറങ്ങാനോ കുമ്പിട്ട് നിവർന്ന് ജോലി ചെയ്യാനോ എനിക്ക് സാധിക്കാത്ത സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വന്ന മാതാവിൻ്റെ പ്രാർത്ഥന, ആലപ്പുഴയിൽ ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ട് അവിടുത്തെ ഒരു പ്രാർത്ഥനയാണ്. തീർച്ചയായും ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ച് സുഖമായി നിനക്ക് മാതാവിൻ്റെ മടിയിൽ ഉറങ്ങുന്നത് പോലെ ഉറങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. 2016 ഞാൻ ആ പ്രാർത്ഥന ചൊല്ലി ഞാൻ കിടന്ന് അന്ന് മുതൽ എനിക്ക് മലർന്ന് കിടന്ന് ഉറങ്ങാനും കുമ്പിട്ട് നിവർന്ന് ജോലി ചെയ്യാനും അന്ന് മുതൽ സാധിച്ചു. ഇപ്പോൾ ഈ 2025 വരെ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാ ജോലികളും ചെയ്ത് സ്റ്റെയറുകൾ കയറാനും യാത്രകൾ ചെയ്യാനും എല്ലാം എനിക്ക് സാധിച്ചു. 6-7 വർഷം വരെ എനിക്ക് ആളുടെയും സഹായം വേണമായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. അന്ന് മുതൽ ഞാൻ ഈ പ്രാർത്ഥന വെച്ച് വെളുപ്പിന് 5:30 എന്നും ഉണർന്ന് ഈ പ്രാർത്ഥന ചെല്ലാറുണ്ട്. അപ്പോഴൊന്നും ഞാൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നില്ല. പിന്നെ എനിക്ക് ഇതുവരെ രോഗസൗഖ്യം തന്നതിന് മാതാവിനോട് നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഹോസ്പിറ്റലുകളിലെല്ലാം പോയി പത്രം വിതരണം ചെയ്യാറുണ്ട്. എനിക്കുണ്ടായ അനുഭവങ്ങൾ പറയും. എൻ്റെ കുഞ്ഞ് എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ പറയും. എനിക്ക് ചെയ്യാൻ പറ്റിയ ഓർഫനേജിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റിയ എല്ലാ സാമ്പത്തിക സഹായങ്ങളും എല്ലാം ഞാൻ ചെയ്യും. തീക്ഷ്ണമായി പ്രാർത്ഥിക്കുവാനും മുടങ്ങാതെ പള്ളിയിൽ പോകുവാനും പ്രാർത്ഥിക്കുവാനും കിട്ടും. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്തതും തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്തത് അടയ്ക്കുന്നവനുമായ അവൻ പറയുന്നു, നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. മറ്റാർക്കും പൂട്ടാൻ കഴിയാത്ത തുറന്നു കിടക്കുന്നൊരു വാതിൽ ഞാൻ നിനക്ക് തരുന്നു. നിൻ്റെ ശക്തി പരിമിതമാണ്, എങ്കിലും എൻ്റെ നാമം നിശ്ചയിച്ചില്ല. ഈ തുറന്നു കിടക്കുന്ന വാതിലാണ് എൻ്റെ ഈ ഉടമ്പടി. എൻ്റെ മരണം വരെ ഈ ഉടമ്പടിയിലായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് നൈസി. ഞാൻ ഫാത്തിമ മാത കൊരട്ടി ഇടവകയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ 2019 മാർച്ച് 4-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. 2020 ജനുവരി മാസം എനിക്കൊരു കാലുവേദന വന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു MRI എടുക്കണം. അങ്ങനെ നോക്കിയപ്പോൾ പറഞ്ഞു കാലിലൊരു സയാറ്റിക് നെർവിൻ്റെ പെയിനാണ്, അത് കുഴപ്പമില്ല, പക്ഷെ വയറിൽ എന്തോ ഒന്ന് കാണുന്നുണ്ട്, നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ച് അഭിപ്രായം അറിയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു, പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം, കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നമുക്ക് ഒന്ന് നോക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ എനിക്ക് ബ്ലീഡിങ് ആയി, അത് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു വയറ്റിലൊരു സിസ്റ്റ് ഉണ്ട്, അതിങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്,
അത് ഓപ്പറേറ്റ് ചെയ്ത് തന്നെ കളയണം, വലുതാവുന്നുണ്ട്, ക്യാൻസറസ് ആണോ എന്ന് അറിയില്ല, അത് ചെയ്യിക്കേണ്ടി വരും, അതുകൊണ്ട് ഓപ്പറേഷൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഭയങ്കര വിഷമിച്ചു. മാതാവിൻ്റെ അടുത്ത് കാര്യമായിട്ട് പ്രാർത്ഥിച്ചു. എന്നും ഞാൻ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നെറ്റിയിൽ പുരട്ടുമായിരുന്നു. തേൻ കഴിക്കുമായിരുന്നു. നേർച്ച വസ്തുവായി ഉപ്പ് എൻ്റെ ഭക്ഷണത്തിൽ കലർത്തി കഴിക്കുമായിരുന്നു. അങ്ങനെ മാതാവിനോട് കാര്യമായി തന്നെ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു, ഈ സിസ്റ്റ് കാണരുത്, ഓപ്പറേഷന് ചെല്ലുമ്പോൾ എനിക്ക് ഈ സിസ്റ്റ് കാണരുത്, അത് പൂർണ്ണമായിട്ടും മാറിയിരിക്കണം എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ഓപ്പറേഷൻ്റെ ദിവസം അന്ന് രാവിലെ ഞങ്ങൾ ചെന്നു, അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, എൻ്റെ ഭർത്താവും അമ്മയും നിർബന്ധിച്ചു ഞങ്ങൾക്കൊരു സ്കാൻ കൂടി ചെയ്യണം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയതാണല്ലോ, നിങ്ങളുടെ പൈസ കളയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് എന്തായാലും സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്കാൻ ചെയ്തു. ഞങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി ഡോക്ടർ സ്കാൻ ചെയ്തു നോക്കുമ്പോൾ പറഞ്ഞു സിസ്റ്റ് കാണാനില്ല. സിസ്റ്റ് എവിടെ പോയെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്ക് വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ വീണ്ടും സീനിയർ ഡോക്ടറെ വിളിച്ചു. അവർ വന്ന് സ്കാൻ ചെയ്തു. അങ്ങനെ 3 പ്രാവശ്യം സ്കാൻ ചെയ്തു. എന്നിട്ടാണ് അവർ ഉറപ്പിച്ചത് സിസ്റ്റ് ഇല്ല. എന്താ പറ്റിയെന്ന് അവർക്കറിയില്ല, സിസ്റ്റ് അവിടെ കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് കൃപാസനം മാതാവ് മാറ്റിയതാണ് എന്ന് പറഞ്ഞു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. പിന്നെ എൻ്റെ കുഞ്ഞുണ്ടായതാണ് രണ്ടാമത്തെ സാക്ഷ്യം. ഇതിനിടയിൽ വേറൊരു വലിയ അനുഗ്രഹം മാതാവ് എനിക്ക് തന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് UK പോകാനുള്ളൊരു കൃപ മാതാവ് തന്നു. എൻ്റെ കസിൻ UK പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിലോ എൻ്റെ ജീവിതത്തിലോ ഇതുവരെയായിട്ടും ഞാനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പുറം രാജ്യങ്ങളിൽ ഞാൻ പോയി പഠിക്കും, അങ്ങനെയൊന്നും ഞാൻ തീരുമാനിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്വപ്നത്തിൽ പോലും ഇല്ലാത്തൊരാഗ്രഹമായിരുന്നു. അത് മാതാവ് എങ്ങനെയോ അങ്ങനെ തന്നു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു, എനിക്ക് കിട്ടി. അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും സുരക്ഷിതമായി എന്നെ അവിടെ എത്തിച്ചു. അവിടെ വെച്ചായിരുന്നു കുഞ്ഞുണ്ടായത്. മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, അമ്മ മംഗളവാർത്ത ദിവസം പ്രാർത്ഥിച്ച് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നീ വിശ്വസിച്ച് നിനക്ക് കുഞ്ഞുണ്ട്. 3 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടായിരുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് കുഞ്ഞുണ്ടായത്. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, അങ്ങനെ കുഞ്ഞുണ്ടായി. മാതാവിനും ഉണ്ണീശോയ്ക്കും 1000 നന്ദി പറയുന്നു.